ആ ഡെഡ് ബോഡിയുടെ ആ ജാക്കറ്റ് അഴിച്ചു. അതിനുശേഷം ആ ഒരു അരയിലൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു, സാധാരണ സൈനികർ ഉപയോഗിക്കുന്ന പോലത്തെ പച്ച നിറത്തിലുള്ളൊരു ബെൽറ്റ്. ആ ബെൽറ്റ് ഊരുകയും ശക്തമായ ഒരു ബോംബ് സ്ഫോടനം അവിടെ ഉണ്ടായി. ഇത് വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭവ വിവരണമാണ്. കുര്യാക്കോസ് കെവി ഇന്ത്യയിലെ ഏറ്റവും വലിയ സായുധ പോലീസ് സേനയായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ വിവിധ തലങ്ങളിൽ 40 വർഷത്തോളം പ്രവർത്തിച്ചയാൾ. കൈ പുറകിൽ കെട്ടി കഴുത്തെ കയറിട്ട് ഈ ഒരു സമുദായത്തിൽപ്പെട്ട 17 പേരെ യാതൊരുവിധ കരുണയും മനസാക്ഷിയില്ലാതെ അവരെ തൂക്കിലേറ്റപ്പെടുകയാണ് ഉണ്ടായത്. സംഭവ ബഹുലമായ സർവീസ് കാലത്തെ അതിശയകരമായ കഥകൾ പങ്കുവയ്ക്കുകയാണ് കുര്യാക്കോസ് കെവി. പോലീസ് അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാർ ആ മകനെ വെടിവെക്കുമോ എന്നുള്ളൊരു ഭയത്താലാണ് ഈ പിതാവ് ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിനെ വളരെ ശക്തിയായ രീതിയിൽ വന്ന് കെട്ടിപ്പിടിച്ച്, അനങ്ങാൻ വയ്യാത്ത വിധത്തിൽ കെട്ടിപ്പിടിച്ച്. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു പഞ്ചാബ് പോലീസിൻ്റെ ജവാൻ ഇത് കണ്ടുകൊണ്ട് ആ മനുഷ്യൻ്റെ മേൽ വെടിവെച്ചു. അദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു വീണു. പഞ്ചാബിലും ജമ്മു കാശ്മീരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നക്സൽ ബാധിത പ്രദേശങ്ങളിലും നേരിൽ കണ്ട കാര്യങ്ങൾ. നമ്മൾ രാത്രിയിൽ ഒരു വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മുട്ടിയാൽ ആ വീട്ടിലുള്ള വീട്ടുകാർ വാതിൽ തുറക്കുകയില്ല. നമ്മൾ ബലമായിട്ട് വാതിൽ ചവിട്ടിപ്പൊളിച്ചാൽ മാത്രമേ ഉള്ളൂ ആ വാതിൽ തുറക്കുകയുള്ളൂ. കാരണം തീവ്രവാദികളെ അത്ര കണ്ട് അവർ ഭയപ്പെട്ടിരുന്നു. ഉള്ളുലച്ച അനുഭവങ്ങൾ. ഈ ജവാൻ ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. അവൻ പറയുന്നുണ്ട്, എന്നെ ആരെങ്കിലും ആ കോടാലി വെച്ചൊന്ന് വെട്ടിക്കൊല്ല്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് വെടിവെച്ച് കൊല്ല്. കുറേ ബുദ്ധിമുട്ടായി. കാണുന്നവർക്കും ഭയങ്കര സങ്കടം, സഹിക്കുന്നവന് അതിനേക്കാൾ സങ്കടം. ഇങ്ങനെയായി അവസാനം അവൻ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ തോക്ക് എനിക്ക് എടുത്തുകൊണ്ടെത്താൻ, ഞാൻ സ്വയം വെടിവെച്ച് മരിച്ചോളാം എന്ന് പറഞ്ഞു. UN പീസ് മെഡലും രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും ഉൾപ്പെടെ നിരവധി ബഹുമതികൾക്ക് അർഹനായ CRPF-ൽ നിന്ന് SP റാങ്കിൽ വിരമിച്ച കുര്യാക്കോസ് കെവിയുടെ സർവീസ് ജീവിതം അദ്ദേഹം തന്നെ പറയുന്നു. ഞാൻ CRPF-ൽ 40 വർഷത്തെ സേവനത്തിന് ശേഷം കഴിഞ്ഞ വർഷം മെയ് 31 സർവീസിൽ നിന്ന് വിരമിച്ചതാണ്. എൻ്റെ സർവീസ് കാലഘട്ടത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഞാൻ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൻ്റെ 4 എപ്പിസോഡിലായി വിവരിച്ചിരുന്നു. 40 വർഷത്തെ സേവന കാലഘട്ടത്തിൽ അതിൽ വളരെയധികം അനുഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ സാധിച്ചില്ല. അതിൽ ബാക്കിയുണ്ടായിരുന്ന അനുഭവങ്ങളാണ് ഞാൻ ചരിത്രം എന്നിലൂടെ എന്ന ഈ പ്രോഗ്രാമിലൂടെ എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 1994 ജമ്മു കാശ്മീരിലെത്തി. ജമ്മു കാശ്മീരിൽ ശ്രീനഗർ സിറ്റിയിൽ നിന്ന് ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്താൽ കുപ്വാഡ എന്നൊരു ജില്ലയുണ്ട്. അതിർത്തി ജില്ലയാണ്. ആ അതിർത്തി ജില്ല നമ്മുടെ പാകിസ്ഥാൻ്റെ അതിർത്തിയുമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ തീവ്രവാദം ആ സമയത്ത് വളരെ നല്ല രീതിയിൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ കുപ്വാഡ ജില്ലയിൽ ചെന്ന് ഞങ്ങൾ പോലീസുമായിട്ട് ചേർന്ന് എവിടെയെങ്കിലും തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടോ, ഒളിത്താവളം കൊണ്ടോ അല്ലെങ്കിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ള സൂചന കിട്ടുകയുണ്ടെങ്കിൽ അവരുടനെ ഞങ്ങളുടെ അടുത്ത് വരും. പിന്നെ ഞങ്ങൾ 2 ടീമും കൂടെ, പോലീസും കേന്ദ്രസേനയും കൂടെ ഒരുമിച്ചാണ് എവിടെയുണ്ടെങ്കിൽ അറിവ് കിട്ടിയാലും ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്കവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് യുവാക്കൾ പെട്ടെന്ന് അതിലേക്ക് ആകർഷിച്ചു പോകാതെ നമുക്കത് നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. കാരണം നമ്മുടെ മുന്നോട്ട് ഭാവിയിൽ നമ്മുടെ ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് പങ്കാളികളാകേണ്ട നമ്മുടെ യുവജനത തീവ്രവാദികൾ ആകുവാണെങ്കിൽ നമുക്ക് ഒന്ന് രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് ഒരു തടസ്സമാണ്, രണ്ടാമത് അത് മുന്നോട്ടുള്ള രാഷ്ട്രത്തിൻ്റെ ഭാവിയെ തന്നെ അത് തുലാശിൽ ആക്കുന്ന ഒരു പ്രവൃത്തിയാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചായിരുന്നു. തീവ്രവാദികൾ അവിടെ നമ്മളുടെ ക്യാമ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പല പ്രാവശ്യം ശ്രമിക്കുമായിരുന്നു. കാരണം ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ശ്മശാനത്തിലായിരുന്നു. ആ ശ്മശാനം മുൻകാലങ്ങളിൽ തീവ്രവാദികൾ അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിനുവേണ്ടി അവരെ അവിടുന്ന് തുരത്താൻ വേണ്ടിയാണ് നമ്മുടെ ക്യാമ്പ് ആ ശ്മശാനത്തിൻ്റെ ഉള്ളിൽ തുടങ്ങിയത്. അങ്ങനെ ചുറ്റുപാടും 4 ചുറ്റുപാടും വളരെ വലിയ മലകളും കാടുകളും ഒക്കെ ആയിരുന്നുകൊണ്ട് ഇവർക്ക് അനായാസം അതിലെ വരാനും പോകാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ കാശ്മീരി മിലിറ്റൻസ് കൂടാതെ പാകിസ്ഥാനിൽ നിന്ന് പ്രവേശിക്കുന്നവരും ആ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താലിബാൻകാരും ആ കൂടെ ഉണ്ടായിരുന്നു.
ഒരിക്കൽ കാടിനുള്ളിൽ ഇവർ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു സന്ദേശം നമുക്ക് പോലീസ് വഴി കിട്ടി. പിന്നെ പോലീസും നമ്മളും കൂടി ആ കാടിനുള്ളിലേക്ക് കുറച്ച് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ മുകളിൽ വെടി വന്നു. പിന്നെ നമ്മൾ ഒരു മരത്തിൻ്റെ സൈഡ് പിടിച്ചുകൊണ്ട് നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നേരം ഒരു 2 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടന്നു. ആ വെടിവെപ്പ് തീർന്ന് കഴിഞ്ഞ് കുറേ നേരവും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് എവിടെയെങ്കിലും നമ്മളൊരു വെടിവെപ്പ് ഏറ്റുമുട്ടലോ നടക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥലം മുഴുവൻ നന്നായിട്ട് സെർച്ച് ചെയ്യും. കാരണം സെർച്ച് ചെയ്യാമെന്ന് വെച്ചാൽ ആരെങ്കിലും അവിടെ മരിച്ചു കിടപ്പുണ്ടോ എന്ന് നോക്കണം, ആ ഡെഡ് ബോഡി എടുക്കണം. വല്ലവരും അതിനകത്ത് പരിക്ക് പറ്റി ഉണ്ടെങ്കിൽ, വെടികൊണ്ടോ വല്ലതും പരിക്ക് പറ്റിയതുണ്ടെങ്കിൽ നമ്മൾ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ ഈ തീവ്രവാദികൾ ചിലപ്പം നാട്ടിലെ പൊതുജനങ്ങളെ, സാധാരണക്കാരെ ഇവരുടെ കൂടെ ബലമായിട്ട് തോക്കിൻ്റെ ബലത്തിൽ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം. ഇങ്ങനെ എല്ലാ ആംഗിളും കൂടെ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ വല്ല തീവ്രവാദികളും മരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തോക്ക്, അവരുടെ കയ്യിൽ വെടിയുണ്ടിയോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതെ. പിന്നെ ഇവർ കെണികൾ ഒരുക്കും, ബോംബൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കും. അതൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിച്ച് അത് നിർവീര്യമാക്കണം. അല്ലെങ്കിൽ ആ കാട്ടിൽ കൂടി സാധാരണ ജനങ്ങളൊക്കെ എങ്ങാനും പോവുകയാണെങ്കിൽ ആ ബോംബിൽ ചവിട്ടി അവർക്കത് അത്യാഹിതം സംഭവിക്കും. ഇങ്ങനെ ഇതെല്ലാം കൂടെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു മൃതശരീരം അതിനകത്തുനിന്ന് കിട്ടി. പോലീസുകാർ കൂട്ടി ആ മൃതശരീരം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവർക്ക് FIR ലോഡ്ജ് ചെയ്യുന്നതിനായിട്ട് അവർക്ക് അതിൻ്റെ ആ നിയമപരമായ എല്ലാ ഫോർമാലിറ്റീസും പൂർത്തിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ അവിടുത്തെ SHO കണ്ടപ്പോഴേ പറഞ്ഞ് ഇത് സംശയമുണ്ട്, നമ്മുടെ ഇവിടുത്തെ ആളാണോ എന്ന് സംശയമുണ്ട്, പരിചയമില്ലാത്ത ഒരു മുഖമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടുത്തെ ലോക്കൽസ് 3-4 പേരെ വിളിച്ചുകൊണ്ട് വന്ന് അവിടുത്തെ ഗ്രാമമുഖ്യനും പിന്നെ അവിടുത്തെ അധ്യാപകനും ഇങ്ങനെ 3-4 പേരെ ആ SHO അറിവ് കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്ന് അവരെല്ലാവരും നോക്കിക്കഴിഞ്ഞ് പറഞ്ഞില്ല, ഇത് നമ്മുടെ ഈ ഏരിയയിലുള്ള ആളല്ല. പിന്നീട് അവരേകദേശം ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ഉറപ്പിച്ച് ഇത് അഫ്ഗാനിയാണ്, അഫ്ഗാൻ മുജാഹിദീൻ്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞു. പിന്നീട് FIR ലോഡ്ജ് ചെയ്യാൻ വേണ്ടി ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും എല്ലാം നോട്ട് ചെയ്യണം. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഡെഡ് ബോഡിയുടെ അടുത്ത് വന്ന് അതിനുശേഷം ആ ഡെഡ് ബോഡിയുടെ ആ ജാക്കറ്റ് അഴിച്ചു. ആദ്യം ഒരു ഗ്രീൻ കോമ്പാറ്റ് ജാക്കറ്റാണ് ഇട്ടിരുന്നത്. ആ ജാക്കറ്റ് ഊരി എല്ലാം ഐഡൻറ്റിഫിക്കേഷൻ എല്ലാം നോക്കി അവരുടെ ആ നിയമപരമായ നടപടികളെല്ലാം ആരംഭിച്ചു. അതിനുശേഷം ആ ഒരു അരയിലൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു, സാധാരണ സൈനികർ ഉപയോഗിക്കുന്ന പോലത്തെ പച്ച നിറത്തിലുള്ളൊരു ബെൽറ്റ്. ആ ബെൽറ്റ് ഊരുകയും ഒരു 3 അല്ലെങ്കിൽ 4 സെക്കൻഡിനുള്ളിൽ ശക്തമായൊരു ബോംബ് സ്ഫോടനം അവിടെ ഉണ്ടായി. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. കാരണം ഈ മൃതശരീരത്തിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസിൻ്റെ SHOയും ഒരു ഹെഡ് കോൺസ്റ്റബിൾ 4 കോൺസ്റ്റബിളുമായിരുന്നു. നമ്മളൊരു 15 അടി, കാരണം കേന്ദ്രസേനയ്ക്ക് ഈ FIR ലോഡ് ചെയ്യുന്നതിനായിട്ടുള്ള ഉത്തരവാദിത്തമല്ല, അത് പോലീസിൻ്റെയാണ്. അതുകൊണ്ട് നമ്മളൊരു 15 അടി മാറിയാണ് നിന്നത്. ഈ ശക്തമായ ഒരു ബോംബ് പൊട്ടിയപ്പോഴത്തേക്കിന് അപ്പോൾ തന്നെ ഞങ്ങൾ മണ്ണിലങ്ങ് കിടന്ന് ഞങ്ങളെല്ലാവരും. അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നൊന്നും മനസ്സിലാകുന്നില്ല. സത്യത്തിൽ നമ്മൾ ഓർത്തത് അകലെ നിന്ന് ആരോ ബോംബ് ഇങ്ങോട്ട് എറിഞ്ഞയോ അല്ലെങ്കിൽ ബോംബ് ഫയർ ചെയ്തതാണെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു 4-5 സെക്കൻഡ് എടുത്ത് നമുക്കത് നോർമലാകാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനാണ് മനസ്സിലാകുന്നത് ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഹെഡ് കോൺസ്റ്റബിൾ 4 കോൺസ്റ്റബിളും അവർ 6 പേരും ആ ഓൺ ദ സ്പോട്ടിൽ വീരമൃത്യു വരിച്ച് കിടക്കുകയാണ്. കാരണം ഈ അഫ്ഗാനി ഏറ്റുമുട്ടൽ തുടങ്ങി വെടിവെച്ചോണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ പോകും, പക്ഷേ ഞാൻ പലരെയും കൊണ്ടുപോകും എന്നുള്ള ഒരു പോളിസി ഉണ്ടല്ലോ, അതിന് പ്രാവർത്തികമാക്കിക്കൊണ്ട് അയാൾ ഒരു ബോംബ്, ഗ്രനേഡ് എന്ന് പറയും. ഈ ഗ്രനേഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു പിന്നുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ കടിച്ചൂരിയിട്ട് എറിയുന്നത് ഒരു സാധനം ഇത്രയും കാണും, ഈ വലിപ്പം കാണും. ഈ ഗ്രനേഡാണ്. പക്ഷേ സിനിമയിൽ കാണുന്ന പോലെ കടിച്ചു ഊരിയാലൊന്നും അതിൻ്റെ പിന്ന് പോരും, അത് ഇച്ചിരി ബലം കൊടുത്താലേ ഊരാൻ സാധിക്കുകയുള്ളൂ. ആ പിൻ ഊരിക്കഴിഞ്ഞ് ആ ഗ്രനേഡിന് ഇങ്ങനെ ഒരു ലിവറുണ്ട്, പിന്നുമായിട്ട് ബന്ധിപ്പിച്ച് പിൻ ഊരി കഴിയുമ്പോൾ ആ ലിവർ ഇങ്ങനെ ഫ്രീ ആകും. ആ ലിവർ ഫ്രീ ആകാതിരിക്കണേ അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. അഫ്ഗാനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ അദ്ദേഹത്തിൻ്റെ ആ ബെൽറ്റിൻ്റെ ഉള്ളിൽ ഈ ഗ്രനേഡ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഈ ലിവർ ഫ്രീ ആകാതിരിക്കണേ അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. അഫ്ഗാനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ അദ്ദേഹത്തിൻ്റെ ആ ബെൽറ്റിൻ്റെ ഉള്ളിൽ ഈ ഗ്രനേഡ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഈ ലിവർ ഫ്രീ ആകാതിരിക്കണേ അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം.
ഗ്രനേഡ് പിന്നൂരി ലിവർ ഫ്രീ ആകാതെ റിലീസാകാതെ അതിനെ അമർത്തി വെച്ചിരുന്നു. അയാൾക്കറിയാം ഞാൻ ഏതായാലും മരിക്കും, ഞാൻ ഈ ഏറ്റുമുട്ടലിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷേ ഈ പിന്ന് ഊരി ഒരു ഗ്രനേഡ് അകത്തിരിക്കുന്ന കാര്യം സുരക്ഷാ സേനയ്ക്ക് അറിയില്ല. അവർ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ പേരുടെ ജീവൻ എടുക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയായിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ആ തീവ്രവാദി അങ്ങനെ ആ ഗ്രനേഡ് വെച്ചു. SHO സാറ് ബെൽറ്റ് ഊരി ഓൺ ദ സ്പോട്ടിൽ ആ ഗ്രനേഡ് പൊട്ടി 6 പേര് അവിടെ തന്നെ വീരമൃത്യു വരിച്ചു. ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു 15 അടി അപ്പുറയാണ് ഞങ്ങൾ നിന്നത്. ഞങ്ങൾ ഓടിച്ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കി. പക്ഷേ ആ അത്രയും ബോംബ് പൊട്ടിയത് വളരെ ക്ലോസ് ആയിട്ട്, അത് ഒട്ടും അവരുടെ ചുറ്റും നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ആരും തന്നെ അതിൽ രക്ഷപ്പെട്ടില്ല. 6 പേരാണ് അന്നത്തെ ആ സംഭവത്തിൽ മരിച്ചത്. അത് നമുക്കൊരു വലിയ പാഠമായിരുന്നു. കാരണം ഒരു മരിച്ച മനുഷ്യൻ 6 പേരുടെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ ഒരിക്കലും ഒരു തീവ്രവാദ പ്രവർത്തികളിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ഏതെങ്കിലും ഒരു തീവ്രവാദി മരിച്ചു എന്നുണ്ടെങ്കിലും നമ്മൾ ആ മൃതശരീരം കൊണ്ടുവന്ന് കഴിഞ്ഞ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കംപ്ലീറ്റ് തല തൊട്ട് കാല് വരെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിച്ച് കഴിഞ്ഞ് മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ അവരുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റുകയും ബാക്കി മുന്നോട്ടുള്ള പരിശോധനകളും ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. നമ്മൾക്ക് ജവാന്മാരുടെ കാര്യശേഷി എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി വെടിവെപ്പിൻ്റെ പ്രാക്ടീസ് നമ്മൾ സ്ഥിരമായും നടത്താറുണ്ട്. ഒരു കുറഞ്ഞ കാലയളവിൽ ഇങ്ങനെ വെടിവെപ്പിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൂടാതെ പിന്നെ ബോംബുണ്ട്. ആ ബോംബിൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാക്ടീസുണ്ട്. ബോംബ് എങ്ങനെയാണ് ഫയർ ചെയ്യുന്നത്, അത് ഏത് മോട്ടോർ വെച്ചാണ് ഫയർ ചെയ്യേണ്ടത്, ഫയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മുൻകരുതലാണ് എടുക്കേണ്ടത്, പിന്നെ ഫയർ ചെയ്ത് കഴിഞ്ഞ് ബോംബ് വീണ് കഴിഞ്ഞ് അത് പൊട്ടുന്നതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മുടെ ജവാന്മാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോംബ് കിട്ടിയാൽ അതും അതിൻ്റെയും പ്രാക്ടീസ് ചെയ്യിക്കും. ബോംബ് ഫയർ ചെയ്യുന്നതിൻ്റെ ഒരു മോട്ടറുണ്ട്. ആ മോട്ടറിനകത്തോട്ടിട്ട് ബോംബാണ് നമ്മൾ സാധാരണ ഫയർ ചെയ്യുന്ന ഫയറിൻ്റെ പ്രാക്ടീസ് ജവാന്മാരെ കൊണ്ട് ചെയ്യിക്കാറുള്ളത്. ഈ സാധാരണ നമുക്ക് വെടിവെപ്പിന് സാധാരണ ഒരു ഫയറിംഗ് റേഞ്ച് കിട്ടും, അവിടെ നമുക്ക് ചെയ്യാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ ബോംബ് ഫയറിൻ്റെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതരം റേഞ്ചുണ്ട്. ഏതാണ്ട് ഒരു 1 കിലോമീറ്ററെങ്കിലും ചുറ്റളവ് വേണമെന്നാണ് അതിൻ്റെ നിയമം. പിന്നെ അതിൻ്റെ ചുറ്റുപാടെങ്ങും ഒരിക്കലും താമസ സ്ഥലമോ മനുഷ്യവാസമോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ഥലം നമുക്ക് വളരെ കുറച്ചേ കിട്ടാറുള്ളൂ. കാരണം നമുക്ക് ഈ ഡ്യൂട്ടി സമയം ഒത്തിരി ആകുന്നതുകൊണ്ട് ഒരിക്കലും ഒരു മൊത്തം പിള്ളേരെ കൊണ്ട് നമുക്ക് പോയി വെടിവെപ്പിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്യാൻ സാധിക്കുകയില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം പിള്ളേരെ ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് സാധാരണ ശ്രമിക്കാറുള്ളത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുഴുവൻ പിള്ളേരെയും കുറേ ദിവസത്തേക്ക് നമുക്കതിനെ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാറ്റി നിർത്താൻ സാധിക്കില്ല. അങ്ങനെ ഒരു ദിവസം നമുക്ക് ഞാൻ അന്ന് എന്നെയാണ് നിയോഗിച്ചത് ജവാന്മാരെ കൊണ്ടുപോയി ആ ഫയറിങ്ങിൻ്റെ പ്രാക്ടീസ്, അതായത് ബോംബ് ഫയർ ചെയ്യുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട്. ഒരു ദിവസത്തേക്കിനാണ് നമുക്ക് ആ റേഞ്ച് അലോട്ട്മെൻ്റ് ആയി തന്നിട്ടുള്ളത്. അങ്ങനെ ഏകദേശം എനിക്കൊരു 300-നടുത്ത് ജവാന്മാരെ അന്നത്തെ ദിവസം ബോംബ് ഫയറിങ്ങിൻ്റെ പ്രാക്ടീസും ചെയ്യിക്കാനുണ്ട്. ഒരു സമയം നമുക്ക് വളരെ ലിമിറ്റഡാണ്. ആ ഉള്ള സമയം കൊണ്ട് നമ്മൾ മാക്സിമം പേരെ പ്രാക്ടീസ് ചെയ്യേക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ ബോംബ് ഫയറിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഫയറിങ് ചെയ്യുന്ന ആ ജവാൻ, അവൻ്റെ പുറകിലൊരു കമാൻഡറെ, പിന്നെ അതിൻ്റെ പുറകിലൊരു ഓഫീസർ കാണും. ഒരു ഓഫീസർ എപ്പോഴും ഇതിൻ്റെ ഉത്തരവാദിയാണ്. നല്ല രീതിയിൽ ഫയറിങ് ചെയ്യണം, തെറ്റും പിഴവും ഒന്നും വരരുത് ഇതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ 3 പേര് അറ്റ് എ ടൈമിൽ കാണും. ഈ 3 പേർക്കും നല്ല ഒരു 4 അടി 5 അടിയുള്ള കല്ലുകൊണ്ടോ മൺബാഗ് കൊണ്ടോ ഉള്ള ഒരു കവറിങ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടതാണ്. പക്ഷേ ഒരു ദിവസത്തേക്കിന് കിട്ടിയ റേഞ്ചാണ്. അവിടെ ഇതിനുള്ള സാഹചര്യവും
മെറ്റീരിയൽസോ ഒന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു. നമ്മൾ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ കിടന്ന കല്ലുകളെല്ലാം പെറുക്കി നമ്മുടെ നാട്ടിൽ ഈ മതിൽ കെട്ടുന്ന പോലെ കുറച്ച് പൊക്കത്തിലാക്കി നമ്മൾ വെച്ച്, അതായത് ഒരു ബോംബ് പൊട്ടി എങ്ങാനും സ്പ്ലിൻറ്റർ അതിൻ്റെ കഷണങ്ങൾ വന്നാലും ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ജീവഹാനി സംഭവിക്കരുതെന്ന് കരുതി. അങ്ങനെ വെടിവെപ്പ് തുടങ്ങി. ഒരു 100 പേർക്ക് മുകളിൽ ബോംബിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞു. വെടിവെപ്പിൻ്റെ ഒരു 100 പേരോളം കഴിഞ്ഞ് ഒരു പയ്യൻ വന്ന് ഇങ്ങനെ ഓരോ ബോംബിടും, അത് ലിവർ വലിക്കും, പിന്നെ ആ ബോംബ് മുന്നോട്ട് പോകും. നമ്മൾ കാണിക്കും, ഈ കണ്ടില്ല, ഈ ആംഗിളിൽ നമ്മൾ ഈ മോട്ടർ ഇങ്ങനെ പിടിച്ചാൽ ഇത്ര ഹൈറ്റിൽ പോകും, ഈ ആംഗിളിൽ നമ്മളിങ്ങനെ പിടിച്ചാൽ ഇത്ര ഹൈറ്റിൽ പോകും, ഇങ്ങനെ കുറച്ചുകൂടെ നമ്മൾ മോട്ടറിൻ്റെ ആംഗിൾ താഴ്ത്തുവാണെങ്കിൽ ഇത്രയും അകലത്തിലേ പോകുള്ളൂ, 90 ഡിഗ്രി ആംഗിളിലാണെങ്കിൽ നേരെ നമ്മുടെ മുകളിൽ വന്ന് പൊട്ടും. ഇങ്ങനെയെല്ലാം നമ്മൾ ഈ പിള്ളേരെ ഇതിനിടെ പഠിപ്പിച്ചുകൊണ്ട് പോയാണ് ഇരിക്കുന്നത്. ഈ പയ്യൻ വന്ന് നമ്മളൊരു 45 ഡിഗ്രി ആംഗിളിൽ മോട്ടർ വെച്ച് ആ ലിവർ വലിച്ച് ബോംബ് മുകളിലോട്ട് മോട്ടറിൻ്റെ പുറത്തോട്ട് പോയി. സാധാരണ അതൊരു 200 അടിയെങ്കിലും മുകളിൽ പോകേണ്ടതാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു 8 അല്ലെങ്കിൽ 10 അടി പൊങ്ങിക്കഴിഞ്ഞാൽ ബോംബ് നേരെ താഴോട്ട് വീഴാൻ തുടങ്ങുന്ന കണ്ടപ്പോഴേ ഞാൻ വലിയ ഒച്ചയിൽ അലറി. ഉടനെ ആ ഫയർ ചെയ്ത പ്രാക്ടീസിൽ ലിവർ വലിച്ച ആ പയ്യനും അതിൻ്റെ പിന്നിലൊരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, അദ്ദേഹവും ഞാനും വേഗം നിലത്തോട്ടം കിടന്നു ഈ ബോംബ് താഴോട്ട് വീഴുന്ന കണ്ടപ്പോഴേ. കാരണം നമുക്ക് 100% ഉറപ്പാണ് രക്ഷപ്പെടുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ വേഗം എന്ത് ചെയ്ത് ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ മുഖം അങ്ങോട്ട് പൊത്തി. എന്താ ഞാൻ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ഏതായാലും മരിക്കും ഉറപ്പാണ്. പിന്നെ ഈ മൃതശദേഹം കൊണ്ട് വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പം വീട്ടുകാർ മുഖം നല്ലപോലെ കണ്ടോട്ടെന്ന് ഓർത്താണ് ഞാൻ മുഖം പൊത്തിയത്. അങ്ങനെ മുഖം പൊത്തി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എൻ്റെ 2 കൈ കൊണ്ട് മുഖം പൊത്തി. എൻ്റെ അപ്പുറം ഇവർ 2 പേരും കിടപ്പുമുണ്ട്, ഞാനും ഇപ്പറേ കിടപ്പുണ്ട്. അങ്ങനെ വലിയ പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് സുരക്ഷയ്ക്ക് ഒത്തിരി അധികം ഹൈറ്റിലൊന്നും നമുക്ക് കല്ലുകളൊന്നും മൺചാക്കമൊന്നും ഇല്ല താനും. ഏകദേശം 100% ഉറപ്പാണ് ഇത് താഴെ വീണാൽ അന്നേരെ പൊട്ടേണ്ടതാണ് ഈ ബോംബ്. ഞാൻ ഓരോ സെക്കൻഡും ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. 1 സെക്കൻഡ് 2 സെക്കൻഡ്, അന്നേരം 1 സെക്കൻഡിനൊക്കെ ചിലപ്പോൾ മിനിറ്റുകളെ മണിക്കൂറുകളുടെ ദൈർഘ്യമുള്ളതായിട്ട് നമുക്ക് ആ സമയത്ത് തോന്നും. ഒരു 5 സെക്കൻഡ് വരെ ഞാൻ ആ കിടപ്പിൽ അനങ്ങാതെ കിടന്ന് മുഖവും കമിഴ്ന്ന് കിടന്ന് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കി, മുഖം ചെരിച്ച് ഈ ബോംബ് വീണിടത്തോട്ട്. ബോംബ് അപ്പോഴും അവിടെ കിടപ്പുണ്ട്, പൊട്ടിയിട്ടില്ല. എന്നാലും എങ്ങാനും പൊട്ടുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് വേറൊരു സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടാനും പറ്റില്ല. കാരണം നമ്മൾ കിടക്കുന്നിടത്ത് പിന്നെയും സേഫാണ്. ഓടുന്ന സമയത്താണെങ്കിൽ ഈ ബോംബ് പൊട്ടുമ്പോൾ അതിൻ്റെ സ്പ്ലിൻറ്റർ ഇങ്ങനെയാണ്, പൂക്കുറ്റി പോലെയാണ് തെറിക്കണത്. അപ്പോൾ അവിടെ തന്നെ കിടക്കുന്നതാണ് കുറച്ചുകൂടെ സുരക്ഷിതമെന്ന് ഞാൻ ഓർത്ത് 5 സെക്കൻഡ് വരെയും വെയിറ്റ് ചെയ്ത്, പിന്നെ ഞാൻ കമിഴ്ന്ന് കിടന്ന്, പിന്നെ ഒരു 20 സെക്കൻഡോടെ ഞാൻ വെയിറ്റ് ചെയ്ത്, പിന്നെ ഒന്നുകൂടെ നോക്കി, അപ്പോഴും ബോംബ് പൊട്ടിയിട്ടില്ല. പിന്നെ എനിക്കൊരു ചെറിയ ആശ്വാസമായി, ഇതിനി പൊട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മളൊരു മുൻകരുതൽ എന്ന രീതിയിൽ 1 മിനിറ്റ് കൂടെ ഞാൻ അവിടെ കിടന്നു. അന്നേരവും പൊട്ടിയില്ല. പിന്നെ ഞാൻ പതുക്കെ ബോംബിൻ്റെ അടുത്ത് ചെന്ന് അതിനെ 4 വശമൊന്ന് നോക്കി, എവിടുന്നെങ്കിലും വല്ല പുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പൊട്ടുന്നതിന് മുന്നേ സ്മോക്ക് വരും ബോംബിൻ്റെ, ഒന്നും കാണുന്നില്ല. എന്നാലും നമ്മൾ ആ നിയമം അനുസരിച്ച് ആ കിടക്കുന്ന ബോംബിനെ നമ്മൾ ഒരിക്കലും പിന്നെ കൈകൊണ്ട് എടുക്കരുതെന്നാണ്. പിന്നീട് നമ്മൾ ആ ബോംബിനെ നിർവീര്യമാക്കുകയും ചെയ്യണം. കാരണം നമ്മൾ ഈ വെടിവെപ്പിൻ്റെയോ അല്ലെങ്കിൽ ബോംബിൻ്റെയോ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് അതിൻ്റെ അകത്തെ വെടിയുണ്ട, പിന്നെ ഈ ബോംബിൻ്റെ ആ പൊട്ടുന്നിടത്തെ ഈ കഷ്ണങ്ങളുണ്ട്, അത് ഈ സ്ക്രബ് പോലെ അവിടുത്തെ ഗ്രാമീണരത് എടുത്തുകൊണ്ട് പോയിട്ട് തൂക്കി വയ്ക്കും. സാമാന്യം നല്ല വില കിട്ടുന്നുണ്ട്. അതിന് നല്ല വെയിറ്റ് കൊണ്ട് 1 കിലോ ഏതാണ്ട് 30 രൂപയുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കിലോ. അത് ഭയങ്കര വെയിറ്റാണ് അതിന്. നമ്മൾ ഇരുമ്പ് പോലെ, അന്നേരം ഒരു 10-20 കിലോ ഒക്കെ കിട്ടുവാണെങ്കിൽ അവർക്ക് 600 രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നതാണ്. അന്നേരം ഈ ഗ്രാമീണർ ഇങ്ങനെ ഞങ്ങൾ വെടിവെക്കുകയോ ബോംബിൻ്റെ പ്രാക്ടീസോ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരവിടെ കൂടും, പുറകിൽ വന്ന് കൂടും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വെടിവെപ്പ് കഴിഞ്ഞ് പോകുമ്പോഴേ അവർ പിക്കാസും തൂമ്പായും ഒക്കെ എടുത്തുകൊണ്ട് ഇതെല്ലാം കിളച്ചും മാന്തിയും ഒക്കെ ഉള്ള ബോംബിൻ്റെ കഷ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ ബോംബോ ഗ്രനേഡോ നമ്മൾ ഫയറിങ് പ്രാക്ടീസിന് ഉപയോഗിച്ച് കഴിഞ്ഞ്
അത് എങ്ങാനും ഏതെങ്കിലും ഗ്രനേഡോ ബോംബ് അതിൽ പൊട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം അത് നോക്കി വെക്കും. അതിനുശേഷം അതിൻ്റെ അടുത്ത് ചെന്ന് അത് അവിടെ തന്നെ കിടത്തിക്കൊണ്ട് നമ്മളതിൻ്റെ അടുത്ത് ഇതിനെ നമ്മൾ നിർവീര്യമാക്കും. അതിനൊരു പ്രത്യേകതരം സെറ്റുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് എക്സ്പ്ലോസീവും കോഡെക്സ് വയറും എല്ലാം കൂടെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ബോംബിൻ്റെ അടുത്ത് വെച്ചിട്ട് വേറൊരു ബോംബ് അതിൻ്റെ അടുത്ത് വെച്ചിട്ട് പൊട്ടിക്കും. അന്നേരം ആ ബോംബ് പൊട്ടുന്ന ആ ഷെയ്ക്ക് കൊണ്ട്, ആ പ്രകമ്പനം കൊണ്ട് ഈ ബോംബും പൊട്ടും. അതാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ആ ബോംബിൻ്റെ അടുത്ത് ചെന്ന് അതിനെ നിർവീര്യമാക്കി കഴിഞ്ഞ് പിന്നെ ആ പയ്യൻ വളരെയധികം ഭയങ്കരമായിട്ട് ആ പയ്യൻ പേടിച്ചു പോയായിരുന്നു. ഞാൻ പിന്നെ ആ പയ്യനെ വിളിച്ച് അവനെ കൊണ്ട് തന്നെ അടുത്ത ബോംബ് ഫയർ ചെയ്ത് അതിനവൻ വളരെ ബുദ്ധിമുട്ടിയാണ് അത് ചെയ്തത്. പിന്നെ ഒരു ബോംബ് കൂടെ ഫയർ ചെയ്യിച്ചിട്ട്, കാരണം അവൻ്റെ പേടി മാറ്റുന്നത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മുന്നോട്ട് ഏതെങ്കിലും ഏറ്റുമുട്ടലിനിടയ്ക്ക് ബോംബ് ഫയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ഈ ഉള്ളിലെ ഈ പേടി അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പം നമുക്ക് തന്നെ അത് ഉപദ്രവമായിട്ടോ നമുക്ക് തന്നെ അതൊരു അത്യാഹിതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടാമതൊരു ബോംബും കൂടെ അവനെ കൊണ്ട് വെപ്പിച്ചു. മൂന്നാമത് ഒരെണ്ണം കൂടെ വെപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ പയ്യന് പൂർണ്ണമായ ആത്മവിശ്വാസം വന്നത്. അങ്ങനെ ആ ബോംബ് പൊട്ടാതിരുന്നത് ചിലപ്പം 1000-ലോ 10,000-ലോ ഒരു കേസുകളൊക്കെ ഇങ്ങനെ വരും. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരാറുണ്ട്. നിർമ്മാണത്തിലെ എന്തെങ്കിലും ഒരു ചെറിയ സാങ്കേതിക പിഴവ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. എൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ സംഭവിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം, അതിൽ നിന്ന് ചിലപ്പം രക്ഷപ്പെടാം. അങ്ങനെ ഈ പ്രാവശ്യം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. വോക്കി ടോക്കി സെറ്റിൽ കൂടി കമ്മ്യൂണിക്കേഷൻ ഓപ്പറേറ്റർ പറഞ്ഞു, നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറേ പഞ്ചാബ് പോലീസിൻ്റെ 7 പേര് ഇപ്പം നടന്ന ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന്. ഞാൻ ഈ സംഭവം കേട്ട ഉടൻ ഞാൻ ഞങ്ങളുടെ കമാൻഡൻറ്റിനോട് അത് ബോധ്യപ്പെടുത്തി. അദ്ദേഹവും SSP മുഹമ്മദ് മുസ്തഫ സാറും കളക്ടർ നെയ്യാർ സാറും കൂടി ഞങ്ങൾ ആ സ്ഥലത്ത് വളരെ വേഗം എത്തിയപ്പോൾ കണ്ട ആ ഞെട്ടിക്കുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ പഞ്ചാബ് പോലീസിൻ്റെ 7 ജവാന്മാർ, ഒരു ഹെഡ് കോൺസ്റ്റബിളും 6 കോൺസ്റ്റബിൾമാരും